നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ മോഹൻലാലിനെ സ്നേഹത്തോടെ ആദരവോടെ പി പത്മനാഭന്റെ സ്വാഗതം മാത്രമല്ല അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകളും സമർപ്പിക്കുന്നു. മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുട്ടിന്റെ മുക്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി ഈ ഭൂമിയുടെ പൂക്കളും ഈ ഭൂമിയുടെ ദേഹം മാത്രം തുറന്നു കഴിയാൻ അനുവദിക്കിയ അറിവൂരിയായ ഒരു വർണ്ണശർമ്മം ഞാൻ ഗന്ധർവൻ. ഞാൻ പോവില്ല. മതിവന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്നെൻ്റേത്. എനിക്ക് തന്നെ അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അപ്രവാളിയിൽ ചിത്രീകരിച്ചതിലൂടെ എഴുത്തിൽ നിലനിർത്തിയ പ്രണയത്തിന്റെ അനന്തമായ സാധ്യതകൾ പത്മരാജൻ സിനിമകളെ പുതിയ തലത്തിലേക്ക് ഉയർത്തി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലും തൂവാനത്തുമ്പികളിലും പ്രണയത്തിന്റെയും കാമത്തിന്റെയും ലോലവും തീക്ഷ്ണവുമായ സന്ദർഭങ്ങൾ വളരെ മനോഹരമായി വരച്ചുകാട്ടി. 1987 തൂവാനത്തുമ്പികൾ സിനിമാസ്വാദകരുടെ മനസ്സിലേക്ക് പറന്നിറങ്ങിയത്. ജയകൃഷ്ണനും ക്ലാരയ്ക്കുമൊപ്പം കടൽത്തിരയിലും മുല്ലമലരുകൾ വെലിയുകയായി. അന്നത്തെ ഹിപ്പി സംസ്കാരത്തിലൂടെയുള്ള ഒരു ബൊഹീമിയൻ ആത്മീയ അന്വേഷണമാണ് സീസൺ. കടൽ തീരത്തെ പശ്ചാത്തലമാക്കി പാശ്ചാത്യ സിനിമയെ പോലും ഭ്രമിപ്പിക്കും വിധം പിന്നീട് ഒരു സിനിമയും ഉണ്ടായിട്ടില്ല മലയാളത്തിലെന്നതും ശ്രദ്ധേയമാണ്. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എന്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3.5 ലക്ഷം രൂപ മോഷ്ടിച്ചത്. അപ്പോൾ മഴ കനത്തിരുന്നു. സന്ധ്യയ്ക്ക് ചാറിയ മഴ, ഉറങ്ങാൻ കിടക്കുമ്പോൾ തിടം വെച്ചുകൊണ്ടിരുന്ന മഴ, ഉറക്കത്തിനിടയിൽ ഒരു താരാട്ടിന്റെ ദൈന്യപാദം പോലെ സുഖം പകർന്നിരുന്ന മഴ അപ്പോൾ അലറുകയായിരുന്നു. മഴയെക്കുറിച്ച് പത്മരാജൻ വിവരിക്കുന്നത് അതുപോലെയാണ് പത്മരാജന്റെ മിക്ക സൃഷ്ടികളും. കാലങ്ങൾക്കിപ്പുറത്തേക്കും അതിങ്ങനെ നിറഞ്ഞ് പെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുമായിരുന്നു. ഒരു തണുത്ത വെളുപ്പംകാലം, എന്റെ ചുറ്റും മഞ്ഞ, ഒന്നും ഒരടി ദൂരത്തുള്ളത് പോലും കാണാൻ സമ്മതിക്കാത്ത മഞ്ഞ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂവെന്ന് ഉറക്കത്തിൽ പോലും അറിയാം. ഏതോ ഒരമ്മ, ഏതോ ഒരു അപ്പുവേട്ടന്റെ അമ്മ, എവിടെ നിന്നോ വന്ന് അപകടത്തിൽപ്പെട്ട് ഓർമ്മ നഷ്ടപ്പെട്ട് മായയായി മാറിയ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഡോക്ടർ. എല്ലാവരോടും ഒന്ന് എഴുന്നേക്കാൻ അഭ്യർത്ഥിക്കുകയാണ്.
അനുസ്മരണ പ്രസംഗവും പുരസ്കാര വിതരണവും നടത്തുന്നത് അദ്ദേഹമാണ്. ഞാൻ ശ്രീ മോഹൻലാലിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഓരോ മലയാളിക്കും ഈ അഭിനയ വിസ്മയത്തിന്റെ ജീവിതവും കലയും ഏറെ പരിചിതമാണ്. ശ്രീ പത്മരാജന്റെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, കരിയിലക്കാറ്റുപോലെ, സീസൺ, തൂവാനത്തുമ്പികൾ എന്നീ ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു. ആ ചലച്ചിത്രങ്ങൾ മലയാളി ആവർത്തിച്ച് കാണുന്നു, ആസ്വദിക്കുന്നു. ശ്രീ പത്മരാജനും ശ്രീ മോഹൻലാലും തമ്മിൽ സവിശേഷമായ സ്നേഹബന്ധം പുലർത്തിയിരുന്നു. ആ കുടുംബത്തോടും ഇന്നും ആ ബന്ധം തുടരുന്നു. ശ്രീ മോഹൻലാൽ ഇന്നത്തെ ഈ പ്രകാശ സാന്നിധ്യം ട്രസ്റ്റിന്റെ ചരിത്രത്തെ തന്നെ അവിസ്മരണീയമാക്കുന്നു. ശ്രീ മോഹൻലാൽ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു. സമാനതകളില്ലാത്ത തിരസാന്നിധ്യമായി കഴിഞ്ഞ 47 വർഷങ്ങളായി മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ അവരുടെ സഹോദരനായി, മകനായി, പിതൃബിംബമായൊക്കെ നിലനിൽക്കുന്ന ദ വൺ ആൻഡ് ഓൺലി കംപ്ലീറ്റ് ആക്ടർ ലഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ ഡോക്ടർ വി മോഹൻലാൽ എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ സമാന്തര കലാമുഖ്യധാര വേർതിരിവുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക്, അവരുടെ സങ്കീർണമായ അന്തസംഘർഷങ്ങളിലേക്ക് അനായാസമായി അലിഞ്ഞു ചേരുന്ന നടനകാന്തി, മറ്റു ഭാഷാ അഭിനേതാക്കളെ അസൂയാലുകളാക്കുന്ന നടനപ്രസ്ഥം, മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം എന്ന് സാക്ഷാൽ MT വാസുദേവൻ നായർ വിശേഷിപ്പിച്ച കേരളത്തിന്റെ അഭിമാനം, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവുകളായ ഒരുപിടി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ തിരക്കഥാകൃത്തും സംവിധായകനുമായ പത്മരാജന്റെ 80ാം ജന്മദിന അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ 34 വർഷമായി നൽകിപ്പോരുന്ന സാഹിത്യ ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമർപ്പിക്കാനുമുള്ള ക്ഷണം അനശ്വരനായ ആ പ്രതിഭയോടുള്ള ആദരവായി കണക്കാക്കി സ്വീകരിച്ച് ആ നിയോഗം സസന്തോഷം ഏറ്റെടുത്ത് ഈ സന്ധ്യ ധന്യമാക്കാൻ എത്തിച്ചേർന്ന മലയാളത്തിന്റെ മഹാനടൻ പി പത്മരാജൻ ട്രസ്റ്റിന്റെ സ്നേഹം, നന്ദി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, ശ്രീമതി രാധാലക്ഷ്മി, അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നമ്മളേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ദീപ്ത സ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നതാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 80ാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ സർ നമ്മളോടൊപ്പമില്ല എന്നോർത്താണ് സങ്കടം. സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നല്ലോ എന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനും പക്ഷെ മമ്മൂട്ടിയൊക്കെ അടങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെപ്പറ്റി. സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോടൊക്കെ പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ IB ശശി സാറിൻ്റെയും മറ്റും മുഖ്യധാര സിനിമകളിലും കരിയറിനെ വെറുതെ ശാക്തീകരിക്കപ്പെട്ട പത്മരാജൻ എന്ന് ഞാൻ കരുതുന്നു. അതിൽ തന്നെ കരിമ്പിൻ പൂവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പയുടെ ഒന്നിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. TV ഒക്കെ വരും മുമ്പ് ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ്. ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള, ആഴമുള്ള, അതിലേറെ കാൽപ്പനികത തുളുമ്പുന്ന ശബ്ദം. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ്. ഞങ്ങളൊക്കെ ചേർന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഉണ്ടാക്കി. ആ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു 2 വർഷം മുമ്പാണ് 1975 ഭരതേൻ്റെ വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് അദ്ദേഹം സിനിമയിലെത്തുന്നത്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന മുകളിനടുത്ത് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ വരെ തകര വാടകയ്ക്കൊരു നിർഭേദം
എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ യുവ പ്രേക്ഷകരെ കിടിലം കൊള്ളിച്ച സിനിമകളായിരുന്നു. അന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുമെന്ന്. ദൈവാധീനം കൊണ്ട് 5 ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി. അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം സീസൺ എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിനൊരു ഗാനത്തിലുണ്ടായത് ഒരു ഭാഗ്യമായി കരുതുന്നു. പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത്. ഇളയരാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത്. 1986 അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത്. ദേശാടന കിളി കരയാറില്ല, അതുപോലെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗൃഹാതുരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹിക മാധ്യമങ്ങളും പിൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ, സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തുവെച്ച ദക്ഷിണ. അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടന കിളി കരയാറില്ല എന്ന സിനിമയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കലാകാരനെ സംബന്ധിച്ച വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വെള്ളിയേറേണ്ടി വന്നു. അതുപോലെ ദേശാടന കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു ഇതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ടൊരു സിനിമയാണ് കരിയിലക്കാറ്റ് പോലെ. മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ റേറ്റഡായ ഒരു സിനിമയായിരുന്നു. പക്ഷേ അഭിനേതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി എന്ന നിമിഷവുമായിരുന്നു. എനിക്ക് ലഭിച്ച മികച്ച പോലീസ് വേഷങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയെ കാണുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും തൂവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പപ്പൻ എന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവൻകുട്ടിയും ഒക്കെ കുട്ടികളാണ്. അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ അടുപ്പമുണ്ട് എനിക്ക്. എൻ്റെ അമ്മയ്ക്ക് രാധാലക്ഷ്മി ചേച്ചി വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഈ നിമിഷം കൃതാർത്ഥതയാണ്. ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസ പൂജയായിട്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ ലഭിച്ച ക്ഷണത്തെ ഞാൻ കണക്കാക്കിയത്. ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പപ്പേട്ടൻ 80ാം ജന്മവാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ച പത്മരാജൻ ട്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ വെച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.